ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമുക്ക് ഒരു ചെറിയൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയും കൂടെ ഇട്ടിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നമ്മുടെ എന്നും വരുന്ന ഗസ്റ്റ് കേട്ടോ എന്നും വന്നിട്ടോ നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് ഇന്ന് പിന്നെ അങ്ങനെയൊന്നും കൊടുത്തിട്ട് കഴിക്കാനൊന്നും, അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് അങ്ങ് താഴെ ഇറങ്ങി പോകും. സ്ഥിരം ഇങ്ങനെ വരാറുണ്ടെന്ന് വീഡിയോ എടുക്കുക. ഈ പ്രാവശ്യം നല്ല തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഉണക്കായിരുന്നല്ലോ ഈ പ്രാവശ്യം, അതുകൊണ്ട് കുറച്ച് കുരുമുളകിൽ അധികം തിരി വന്നിട്ടുണ്ട്. പിന്നെ റോസ് ഇതിൽ പൂവാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് ശരിക്കും കുറച്ച് മഴയായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കാടാണ് കേട്ടോ. ആമ്പലിലൊക്കെ ഓരോ പൂക്കളൊക്കെ. പിന്നെ നമ്മുടെ വെള്ള ആമ്പലിലും ചെറുതാണത്. പിന്നെ നമ്മുടെ താമരയിൽ പുതിയ ഒരു മോട്ടോ. ഈ പ്ലാന്റ് നല്ല ഭംഗിയാണ് പൂവ് കാണാനായിട്ട്. പിന്നെ നമ്മുടെ ആട്ടിനെ കുറച്ച് ദിവസം കൊണ്ട് പുറത്തൊന്നും ഇറക്കൊക്കെയില്ല, മഴ ആയതുകൊണ്ട്. അതുകൊണ്ട് കൂട്ടിൽ തന്നെ നമ്മൾ നിർത്തുകയാണ് സാധാരണ. അപ്പോൾ അത് ഇറക്കാതെ ഇറത്തി കഴിഞ്ഞാൽ ചാറ്റൽ മഴയാണല്ലോ, അത് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്നും അസുഖമാണ്. നമ്മുടെ ക്ലാ ഭയങ്കര ശല്യം. അതിൻ്റെ കൊമ്പെല്ലാം കൂടെ ഈ നമ്മൾ വെള്ളം വിഷറി അകത്ത് അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് തുണി ഇങ്ങനെ സൈഡിലിങ്ങനെ വെച്ചിട്ടുണ്ട്, കെട്ടിയിട്ടിട്ടുണ്ടോ. അതെല്ലാം കീറി കളയും കേട്ടോ. ഈ കിടായ്ക്ക് ശരിക്കും വലിയ കൊമ്പാണ്, അത് വെച്ച്. പക്ഷെ നമ്മളെ അങ്ങനെ കുത്താറൊന്നുമില്ല. എന്നാലും മറ്റു ആടിനെയൊക്കെ ഇടിയൊക്കെ കൊണ്ടും. പിന്നെ അതിനെ പ്രത്യേകിച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അതിൻ്റെ മണ്ടയിൽ കൂടെ ചിലപ്പം ചാടയൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ ഇതിനെ കൊടുക്കാറ്. കിടായ നമുക്ക് അധിക ദിവസം അങ്ങനെ നിർത്താൻ പറ്റില്ല. ഇത് പിന്നെ അങ്ങനെ മനുഷ്യനെ അങ്ങനെ ഉപദ്രവിക്കാറില്ല. പക്ഷേ നമ്മൾ അഴിച്ചു വിടുമ്പോഴൊക്കെ നമുക്ക് പാടാണ് കേട്ടോ പിടിക്കാനൊക്കെ ആയിട്ട്. അതങ്ങ് ഓട്ടമാണ് ഭയങ്കര. നമ്മൾ പിന്നെ പിറകെ കിടന്ന് പിടിക്കേണ്ടിയൊക്കെ വരും. പക്ഷേ നമ്മൾ കൊച്ചിലെ വളർത്തിയതായതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ഇടിക്കുകയൊന്നുമില്ല. പിന്നെ നമ്മൾ അവിടെയൊക്കെ കൂടൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ. മഴ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുറത്ത് അയച്ചൊന്നും കെട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പം കൂട്ടി തന്നെയാണ് നിർത്തിയൊക്കെ കൊടുക്കുന്നത്. പക്ഷേ പക്ഷേ അങ്ങനെ തൂളിയൊന്നും അടിക്കില്ല കേട്ടോ. നമ്മൾ സൈഡിൽ കുറച്ച് കർട്ടൻ ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ തൂളി അടിക്കാറില്ല. പക്ഷെ നല്ലൊരു സേഫായിട്ട് നിന്നോളും കേട്ടോ. ഞാൻ ഇതിൻ്റെ ആട്ടിൻകുട്ടിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടോ, ആട്ടിൻകുട്ടിൻ്റെ. പക്ഷെ നമ്മൾ കുറച്ച് പൊക്കത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മഴ സമയത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. സ്മെല്ല കാര്യങ്ങൾ അങ്ങനെയൊന്നും അടിക്കും. രാവിലെ തന്നെ നമ്മൾ ആട്ടുപാലാണ് ചായ. രാവിലെ നമ്മൾ കറന്ന് എടുക്കും. നമ്മുടെ ആവശ്യത്തിന് കുറച്ച് പാല് കിട്ടുമല്ലോ, അത് നമ്മൾ ചായക്ക് എടുക്കും കേട്ടോ. അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ പാൽ വാങ്ങുന്നത് കുറവാണ്. പിന്നെ കൂടെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ അതിന് തീറ്റി നമ്മൾ പിണ്ണാക്കും പുളിയിലും എല്ലാം കൂടെ കലക്കി അതിനൊക്കെ കൊടുക്കും കേട്ടോ. ചെറിയൊരു ചൂടോടുകൂടിയാണ് കൊടുക്കുന്നത്, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട്. നമുക്കൊരു സമയം പോക്കാണ്. ചിലപ്പോൾ നമുക്ക് സുഖമില്ലെങ്കിൽ ഇതിനെയൊക്കെ നോക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ മനസ്സിനൊരു റിലാക്സേഷനാണ് കേട്ടോ. മൃഗങ്ങളുടെ കൂടെ നമുക്ക് കുറച്ച് നേരം ചിലവഴിക്കുകയും മനസ്സിന് നമുക്ക് സന്തോഷം. കുറച്ച് നേരം അതിൻ്റെ അടുത്തൊക്കെ പോയിരുന്നാൽ തന്നെ മനസ്സിൻ്റെ പകുതി നമുക്ക് ഹാപ്പി. പിന്നെ ഇതിന് കൊടുത്തു പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളങ്ങ് ശരിയാവും. എന്നാലും നമ്മൾ കുറേ ദിവസം നമ്മളതിൻ്റെ കൂടെയൊക്കെ നിന്ന് കുറേ എല്ലാം നോക്കി എടുത്തൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു മൈൻഡിനൊരു ചേഞ്ചാണ് കൊടുത്തു കഴിയുമ്പോൾ. പിണ്ണാക്കും വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് തോല് പച്ചില എല്ലാം കൂടെ വാഴയിലയും പുല്ല് എല്ലാം കൂടെ നമ്മൾ കുറച്ച് താഴെ വയലിലൊക്കെ പോയി കൊണ്ടുവന്നിരുന്നു. അതെല്ലാം കൂടെ കുറച്ചങ്ങ് കെട്ടി കൊടുക്കും. ഉച്ച വരെ അങ്ങനെ അങ്ങ് നിന്നോളും. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് എന്തെങ്കിലും കൊടുക്കുന്നത്. പിന്നെ വെയിൽ വരികയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പുറത്തിറക്കും. പക്ഷേ ഇനിയിപ്പം പുറത്തൊന്നും ഇറക്കാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടുള്ള മഴയല്ലേ. അപ്പം നമുക്ക് പുറത്തിറക്കാനും കഴിച്ചു കെട്ടാനും ഒക്കെ ഭയങ്കര മഴയൊക്കെ നനഞ്ഞാൽ അതിന് അസുഖമൊക്കെ വരും. അതുകൊണ്ട് കഴിവതും നമ്മൾ മഴയുള്ള സമയത്ത് പുറത്തിറക്കാം. രാവിലെ തന്നെ പൂച്ചക്കുഞ്ഞിനകത്ത് കയറി ഭയങ്കര കളിയാണ്. രാത്രി നമ്മളങ്ങ് പുറത്തിറക്കി ഇവിടെ ഒരു പാറ്റയായിട്ട് കളിക്കുന്നതാണ്. തട്ടിക്കളിയാണ്. ദിവ്യ കണ്ടാൽ അതിനെ ഇട്ട് കുറേ വട്ടം കറക്കിയിട്ട് ജീവനോടെ തന്നെ ഇങ്ങനെ ഇട്ട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തിന്നാറില്ല. ഇങ്ങനെ എന്തെങ്കിലും അനങ്ങുന്ന ഒരു ജീവിയെ കണ്ടാൽ മതി, അതിനെ ഇട്ട് തട്ടിക്കളിച്ചുകൊണ്ടേ. പിന്നെ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കാൻ അറിയാമായിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ തേങ്ങാ വെള്ളം ചേർത്താണ് അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും നല്ല മുരുമര കിട്ടും. പിന്നെ അപ്പവും ചമ്മന്തി കറിയൊക്കെ ആയിരുന്നു. വീഡിയോ നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടില്ല. പിന്നെ നമ്മളൊരു
കണ്ടെയ്നർ വാങ്ങിച്ചായിരുന്നു പ്ലാന്റ്സ് വെക്കുന്നത്, ഇൻഡോറിൽ വെക്കുന്നത്. ഇതിൻ്റെ അൺബോക്സിങ്ങാണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷെ നല്ല ക്യൂട്ടായിരുന്നു. ഇങ്ങനെ ഇതിലൊരു വീഡിയോയിൽ കണ്ടിട്ട് വാങ്ങിയതുണ്ട്. ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ടേബിളിൻ്റെ പുറത്തൊക്കെ വെക്കാനൊക്കെ നല്ല പെബിൾസും കൂടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തെ വെള്ള വൈറ്റ് കളർ അങ്ങനെയാണ് നമ്മൾ വാങ്ങിയത്. പിന്നെ കുറച്ച് പ്ലാന്റ് ചെയ്യാനുള്ള ചകിരിച്ചോറും നല്ല രസമുണ്ട് കേട്ടോ സെറ്റ് ചെയ്ത് എടുക്കുമ്പോൾ. പക്ഷെ കൊള്ളാം. പിന്നെ നമുക്ക് അന്നത്തെ ഉച്ചയൂണെന്ന് പറഞ്ഞാൽ ചോറും പിന്നെ അയിലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സോയ ഒന്ന് വറുത്തെടുത്ത്, പിന്നെ വഴുതനങ്ങ ഫ്രൈയും, പിന്നെ നാരങ്ങ അച്ചാർ, കുറച്ച് പരിപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. നമ്മളെപ്പോഴും ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കണം. ഇതൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ്. വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്യും. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട കേട്ടോ. നമ്മുടെ ട്രഡീഷണൽ ഉണ്ണിയപ്പത്തിനേക്കാളും നല്ല ടേസ്റ്റാണിത്. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പത്തിന് ആട്ടിയതിന് ശേഷം പൊങ്ങി വന്ന മാവാണ് 1 കപ്പ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് മാവിന് 1/2 കപ്പ് ഗോതമ്പ് പൊടി. മൈദ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ആവശ്യമായ ശർക്കര ഉരുക്കിയത് നമുക്ക് അരിച്ചൊന്ന് ചേർത്ത് കൊടുക്കും. ശർക്കര പിന്നെ നമ്മളൊരു പഴം ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് വറുത്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഏലക്ക ചതച്ചതും കേട്ടോ. മിക്സ് ചെയ്ത് ഇതെടുക്കുക നന്നായിട്ട്. അതിനുശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ. പക്ഷെ നമ്മൾ ശർക്കര എടുക്കുമ്പോൾ കളർ കുറഞ്ഞ ശർക്കര എടുക്കണം, അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിന് ഭയങ്കര കളർ. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഉണ്ണിയപ്പം ഭയങ്കര കളറായിപ്പോയി കേട്ടോ. ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.